മലപ്പുറം എടപ്പാളിൽ യുവാവിന്റെ 10 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ അസം സ്വദേശികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ദമ്പതികളായ യാസിമൻ ആലം, ഖദീജ ഖാത്തൂൻ എന്നിവരാണ് പിടിയിലായത്. സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, എന്താണ് കേസിന് ആസ്പദമായ സംഭവം? ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്? വിനിത, എടപ്പാൾ സ്വദേശിയായ യുവാവിൽ നിന്നാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. ഇയാളെ എടപ്പാൾ കുറ്റിപ്പുറത്തുള്ള തങ്ങൾപ്പടിയിൽ ഒരു ലോഡ്ജിൽ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വശീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഈ അസാം ദമ്പതികൾ പകർത്തിയത്. അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പ്രതികൾ ഈ യുവാവിൽ നിന്ന് പണം തട്ടിയത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപയോളം ഈ യുവാവ് ഇവർക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് വീണ്ടും നിരന്തരം ഭീഷണി ആവർത്തിച്ചതോടെയാണ് യുവാവ് പോലീസിനെ സമീപിച്ചത്. ഈ തുടർന്ന് കുറ്റിപ്പുറം പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിനൊടുവിലാണ് അസം സ്വദേശികളെ ഇവിടെ മലപ്പുറം ജില്ലയിൽ വെച്ചുകൊണ്ട് തന്നെ കുറ്റിപ്പുറം പോലീസ് പിടികൂടുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള നൗഫൽ കെയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അസം സ്വദേശികളായിട്ടുള്ള ദമ്പതികളായിട്ടുള്ള യാസ്മിൻ ആലത്തെയും ഖദീജ ഖാത്തൂനെയും ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരെയും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഈ കാലയളവിൽ തന്നെ 10 ലക്ഷം രൂപയിലധികം ഈ പ്രതികൾ ഈ യുവാവിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം ബ്ലാക്ക് മെയിലിംഗിന് ഉപയോഗിച്ച വീഡിയോ ദൃശ്യങ്ങളും അത് പകർത്തിയ മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ഇപ്പോൾ പോലീസ് പ്രതികളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.